ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മീൻ ഡീവിയേഷൻ ഓർ ആവറേജ് ഡീവിയേഷൻ ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ ടോപ്പിക്കിലേക്ക് പോവാം. മീൻ ഡീവിയേഷൻ ഈസ് ദ ആവറേജ് ഓഫ് ദ അബ്സല്യൂട്ട് ഡീവിയേഷൻസ് ഓഫ് ഈച്ച് ഒബ്സർവേഷൻ ഫ്രം എ സെൻട്രൽ വാല്യൂ, ടിപ്പിക്കലി ദ മീൻ, മീഡിയൻ ഓർ മോഡ്. It gives a better picture of variability than range or quartile deviation because it considers all observation. It is called the mean deviation because it takes the average of the absolute differences. Mean deviation എന്നത് ഡിസ്പേർഷൻ മെഷർ ആണ്. ഡാറ്റയുടെ ആവറേജ്, അതായത് മീൻ, മീഡിയൻ, മോഡ് വാല്യൂവിൽ നിന്ന് എത്രത്തോളം ഡിഫറൻ്റ് ആണ് അല്ലെങ്കിൽ സ്പ്രെഡ് ആണ് എന്ന് കാണിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മെഷർമെൻ്റ് ആണിത്. മീൻ ഡീവിയേഷൻ എല്ലാ വാല്യൂസിനെയും കൺസിഡർ ചെയ്യുന്നു, കൂടാതെ ഇത് അബ്സല്യൂട്ട് ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഈക്വൽ ടു സമ്മേഷൻ അബ്സല്യൂട്ട് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഈക്വൽ ടു സമ്മേഷൻ അബ്സല്യൂട്ട് എക്സ് മൈനസ് എം ഡിവൈഡഡ് ബൈ എൻ. Coefficient of mean deviation equal to mean deviation divided by x bar, that is mean, or coefficient of mean deviation about median equal to mean deviation divided by median. എക്സാമ്പിളിലേക്ക് വന്നാൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 8 ആണ്. സോ മീൻ കണ്ടുപിടിക്കണം. സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഈസ് 9. സോ നമുക്കറിയാം എക്സ് വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ് മൈനസ് 9ൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂസിൻ്റെ സം എന്ന് പറയുന്നത് 30 ആണ്. So mean deviation equal to summation x minus x bar divided by n. That is equal to 30 divided by 8 equal to 3.75. അടുത്ത നമ്മൾ നോക്കുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ്. സോ ഈ ഒരു ഡാറ്റ സെറ്റിൽ മീഡിയൻ എന്നത് ആവറേജ് ഓഫ് 4th ആൻഡ് 5th ഒബ്സർവേഷൻ ആണ്. സോ 4th ആൻഡ് 5th ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 7 and 8 ആണ്. സോ 7 + 8 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 7.5. സോ മീഡിയൻ നമുക്ക് 7.5 കിട്ടി. ഇനി വാല്യൂസ്, എക്സ് വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് മൈനസ് എം വാല്യൂസ് കണ്ടുപിടിക്കണം. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. സോ നമുക്കറിയാം എക്സ് വാല്യൂസ് അറിയാം. എക്സ് മൈനസ് എം അബ്സല്യൂട്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. അതിൻ്റെ സം എന്ന് പറയുന്നത് 28 ആണ്. സോ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്നത് 28 ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5. അടുത്തത് മീൻ ഡീവിയേഷൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഇക്വേഷൻ ആണ്. മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സം ഓഫ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ക്ലാസ് ആൻഡ് എ ഈസ് മീഡിയൻ ഓർ മീൻ. എൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി. സോ ഇനി നമ്മൾ നോക്കുന്നത് മീൻ ഡീവിയേഷൻ്റെ മെറിറ്റും ഡിമെറിറ്റ്സും ആണ്. ഫസ്റ്റ് നമുക്ക് മെറിറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ വാല്യൂസിനെയും മീൻ ഡീവിയേഷൻ പരിഗണിക്കുന്നുണ്ട്. മനസ്സിലാക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും എളുപ്പമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാൾ എക്സ്ട്രീം വാല്യൂസിനെ സ്വാധീനിക്കുന്നത് കുറവാണ്. ആവറേജ് വേരിയേഷൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഇത് നൽകുന്നുണ്ട്. ഡിമെറിറ്റ്സിലേക്ക് വന്നാൽ ഡീവിയേഷൻ്റെ ഡയറക്ഷൻ ഇഗ്നോർ ചെയ്യുന്നു. എങ്ങനെയാണ്? പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മളിവിടെ നോക്കുന്നില്ല. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിനെ മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഫർദർ ഓൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്സിന് ഇത് അനുയോജ്യമല്ല. കൂടാതെ തിയററ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന് വൈഡ്ലി യൂസ് ചെയ്യുന്നില്ല. സോ ഇത്രയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ്. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മീൻ ഡീവിയേഷൻ ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.